ഇങ്ങനെയാണ് കടലിൽ മീൻ പിടിക്കുന്നത്. കണ്ടോളൂ, ഇതിൻ്റെ ഇടയിലാണ് വലിയ മീനുകളൊക്കെ വന്നു പോകുന്നത്. ഈ ചെറിയ ചെറിയ ഹോള് കണ്ടില്ലേ, ഇതിൻ്റെ വലിയ മീനുകൾ ഇപ്പം പിടിച്ച് കണ്ടില്ല. ഇപ്പം കാണാം വലിയ മീനുകൾ ഇങ്ങനെ കയറി വരുന്നത്. നമ്മൾ ചൂണ്ടിലിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചൂണ്ടലാണ് ഈ വലിക്കുന്നത്. ചൂണ്ടലിൻ്റെ ഒരറ്റം മീനുകൾ കൊണ്ടുപോയിട്ടുണ്ട്. വലിയ മീനാണ് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ചൂണ്ടൽ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം വമ്പൻ സ്രാവുകളും എല്ലാം ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ കല്ലിൻ്റെ ഭാഗത്ത്. കാരണം ഇവിടെ വെള്ളം അടിഞ്ഞ് തിരയില്ല, മുകളിലേക്ക് തിര അടിക്കാതെ പോകുന്നുണ്ട്. ഈ കല്ലിൻ്റെ ഇടയിലാണ് മീനുകളൊക്കെ വന്നു പോകുന്നത്. 5-6 കിലോയുള്ള മീനുകളിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് കിടക്കും. മീൻപിടുത്തക്കാർ ഇതിൻ്റെ ഇടയിലേക്ക് ബോട്ട് വരാത്തതുകൊണ്ട് മീനെല്ലാം സുരക്ഷിതമായിട്ട് കിടക്കും. വലിയ മീൻ കുത്തിയിട്ട് തോന്നുന്നത് ഇപ്പം മീൻ പിടിക്കുന്നത് കാണാം. ടൈറ്റാകുന്നതനുസരിച്ച് വലിയ മീനാണ് തോന്നുന്നുണ്ട്. കാരണം ഒരുപാട് ദൂരത്തേക്ക് കല്ലിൻ്റെ അടിയിലേക്ക് മീനുകളെ കൊണ്ടുപോയിട്ടുണ്ട്. നമ്മൾ വലിച്ചു നോക്കാം എത്രത്തോളം ടൈറ്റാവുന്നോ. എല്ലാം ലൂസാക്കി കൊടുക്കണം. വലിയ മീനെ കൊടുത്തിരിക്കുന്നത്. വമ്പൻ മീനട്ടാ, ഭയങ്കര ടൈറ്റിലാണ്. ഉണ്ടാവും ഭയങ്കര ടൈറ്റിലാണ്. എന്താ അറിയില്ല, ചൂണ്ടലിൻ്റെ എന്താ നല്ല ടൈറ്റിലൊക്കെ നിൽക്കുന്നത് ഇല്ലേ, ഭയങ്കര ടൈറ്റിലാണ്. കാരണം മീൻ ഉള്ളിലേക്ക് കൊണ്ടിട്ട് അപ്പോൾ നല്ല 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 ലൂസാക്കി ഉള്ളിൽ മീൻ വീഴുന്നതിന് ശേഷം ഇത് വലിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിക്കാണ്ട് മീൻ ഇതായി പോകും. തിര ഉണ്ടായതുകൊണ്ട് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒലഞ്ചി കളിക്കും. ഇതിന് വലിയ ഞണ്ട് ഉണ്ടാകാറുണ്ട്. ഞണ്ട് ഇങ്ങനെ കടിച്ചു വലിക്കില്ല, വേഗം വേഗം ഒഴിവാകുന്നതാണ്. ഇത് ഒരു വലിയ മീനാണ് തോന്നുന്നത്. നമുക്കൊന്ന് വലിച്ചു നോക്കാം. അപ്പോൾ എൻ്റെ ഒരു മൊബൈലായതുകൊണ്ട് മീൻ വലിക്കാൻ കഴിയുന്നില്ല. വലിയ മീനായതുകൊണ്ട് വലിക്കാൻ കഴിയില്ല. മൊബൈൽ തൽക്കാലം ഇവിടെ വെക്കണം. ഭയങ്കര ടൈറ്റായിട്ടാണ് ചൂണ്ടൽ കിടക്കുന്നത്. അപ്പോൾ 2 മിനിറ്റ് നമുക്കൊന്ന് അയച്ചു നോക്കാം. ഫുള്ളായിട്ട് വെങ്ങിയതിന് ശേഷം നമുക്ക് വലിക്കാം.